ആലപ്പുഴ കായംകുളത്ത് വീട്ടിൽ അജ്ഞാത മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടർ ലീക്കായാണ് തീ പടർന്നതെന്നാണ് നിലവിലെ സംശയം. വിവരങ്ങളുമായി മനീഷ് മഹിപാൽ ആലപ്പുഴയും ചെയ്യുന്നു. മനീഷ്, ഈ മരിച്ചത് ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്നാണ് സംഭവിച്ചത്? ഏറ്റവും പുതിയ അപ്ഡേറ്റ്. സുഹേൽ, ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ആലപ്പുഴയിൽ നിന്നും ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും അവിടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഒരു സ്ത്രീയുടേതാണ് ഈ മൃതശരീരം എന്ന് നിലവിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ആരുടേതാണെന്ന് അടക്കം ഉള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ DNA പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. നിലവിൽ ഈ വീട് സരള എന്ന അവിടെ ഒരു ക്ഷേത്ര ജീവനക്കാരിയായ സ്ത്രീയുടെ വീടാണ്. ആ വീട്ടിൽ പകൽ സമയങ്ങളിലൊന്നും ആരുമില്ല. ആ വീട് ഉപയോഗിക്കാറുള്ളത് അടുക്കള മാത്രമാണ് ആ വീട്ടിൽ ഉപയോഗിക്കാറുള്ളത്. ആ സരളയുടെ സഹോദരൻ രമേശിന്റെ ഭാര്യ സിന്ധുവിന്റെ വീട് കരുനാഗപ്പള്ളിയിലാണ്. ഈ സിന്ധു കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് ഈ വീട്ടിലേക്ക് വരുന്നതായി കണ്ട ചില ആളുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സരളയോട് തന്നെ ഇങ്ങനെ ഈ വീട്ടിലേക്ക് വന്നവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സിന്ധു ആണെന്നുള്ള സംശയമുണ്ട്. ഈ കത്തിക്കരിഞ്ഞ മൃതദേഹം സിന്ധുവിന്റേതാണെന്നുള്ള സംശയമുണ്ട്. പക്ഷെ സിന്ധു എങ്ങനെ അവിടെ വന്നു, വരേണ്ട സാഹചര്യം എന്താണ്, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എങ്ങനെ മരിച്ചു, ഈ ഗ്യാസ് സിലിണ്ടർ ലീക്കായി കത്തിയതാണ് അത്, അങ്ങനെയാണെങ്കിൽ ഒരു ആത്മഹത്യയാണോ, തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഈ സിന്ധുവിനെ 2 ദിവസമായി കാണാനില്ലെന്ന് ഉള്ള കാര്യം വാസ്തവമാണ്. പക്ഷെ ഇത് സംബന്ധിച്ച് സിന്ധുവിന്റെ മൃതദേഹമാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകണമെങ്കിൽ DNA പരിശോധന തന്നെ വേണ്ടി വരും. ഈ വീട് പകൽ സമയങ്ങൾ ഉപയോഗിക്കാറില്ല, അടുക്കള മാത്രമാണ് വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നു. പക്ഷെ ഗ്യാസ് സിലിണ്ടർ തുറന്നു വെച്ച ശേഷം തീ പടർത്തുകയായിരുന്നു എന്നാണ് ഫയർഫോഴ്സും പോലീസും സ്ഥിരീകരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കായംകുളം പോലീസാണ് അന്വേഷണം നടത്തുന്നത്. എന്താണെങ്കിലും കൂടുതൽ അന്വേഷണത്തിൽ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഉത്തരം ലഭിക്കും. അടിപൊളി ദുരൂഹമാണ്. മരിച്ചതാരെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.